നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഒരു ട്രാൻസ്ഫർ വിൻഡോ തുറക്കുകയാണ്. യെസ്, ഇത്തവണത്തെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചൂടേറിയ ചർച്ചയായിരിക്കും നെയ്മർ. വിൻ്ററിൻ്റെ തണുപ്പൊക്കെ അങ്ങ് മാറും. കാരണം നെയ്മർ ജൂനിയർക്ക് അടുത്ത വേൾഡ് കപ്പ് കളിക്കണം. ആഞ്ചലോട്ടി ടീമിൽ എടുക്കാൻ തയ്യാറാണ്, പക്ഷേ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ഫിറ്റ്നസ് ഓക്കെയാണെന്നൊക്കെ തെളിയിക്കണം. സാൻഡോസിൽ നെയ്മർ തുടരുമോ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിലാണ്. പ്രത്യേകിച്ച് അവർ റെലഗേഷൻ സോണിൻ്റെ തൊട്ടരികിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നുള്ള ഈ ഘട്ടത്തിൽ നെയ്മർ ജൂനിയർക്ക് ക്ലബ്ബ് വിടാനുള്ള എല്ലാ അവസരവുമുണ്ട്. അദ്ദേഹത്തിനായിട്ട് യൂറോപ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഫബ്രീസിയോ റൊമാനോയാണ്. ഫബ്രീസിയോ തന്നെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് നെയ്മർ ജൂനിയർക്കായിട്ട് മറ്റ് ക്ലബ്ബുകൾ എൻക്വയറീസ് നടത്തുന്നുണ്ട് എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു നെയ്മർ ജൂനിയർക്ക് വേണ്ടി ഫ്രീ ട്രാൻസ്ഫറിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ശ്രമങ്ങൾ നടത്തുന്നു. ഏതൊക്കെ ക്ലബ്ബുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം പറയുന്നത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് വളരെ ക്ലോസ് ആയിട്ട് നെയ്മർ ജൂനിയറെ ഇപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സെവറൽ ഇംഗ്ലീഷ് ക്ലബ്സ് ഓൾറെഡി കോൺടാക്റ്റ് നടത്തിയിരിക്കുന്നു പ്ലെയറുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളും നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷനിലെ വിവരങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫബ്രീസിയോ പറഞ്ഞത്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം മുണ്ടോ ഡിപ്പോർട്ടിവോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സംഗതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറാൻ പോവുകയാണ്. നെയ്മർക്കായിട്ട് യൂറോപ്യൻ ക്ലബ്ബുകൾ ഇപ്പോഴും രംഗത്തുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ എത്രത്തോളം സാധ്യതയുണ്ട് അങ്ങനെ ഒരു നീക്കത്തിന് എന്നുള്ളത് കണ്ടറിയണം, നടക്കുമെന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് നെയ്മറുടെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഒരല്പം വമ്പൻ ക്ലബ്ബുകളെയൊക്കെ വറി ചെയ്യിക്കുന്നത് തന്നെയാണ്. അതിൽ ഇങ്ങനെ മുക്തനായി തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടന്നു. ഇപ്പോൾ ഫുൾ ടൈം ഒക്കെ കളിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് തുടരാൻ പറ്റട്ടെ. ഏതായാലും നെയ്മറുടെ മനസ്സിൽ ഈ യൂറോപ്യൻ ഫുട്ബോൾ മറ്റും ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ബ്രസീലിയൻ ടീമിന് വേണ്ടി കളിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് സാധിക്കുമോ? മാർച്ച് മാസത്തിൽ ആഞ്ചലോട്ടി അദ്ദേഹത്തെ സ്ക്വാഡിലെടുക്കുമോ? അതും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.